ഒരുപാട് പ്രതീക്ഷയോടെ പോയിട്ട് അവസാനം ഡിസപ്പോയിന്റഡ് ആയിട്ട് വരേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇതായിരുന്നു എൻ്റെ ആ കഥ. സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ആ വ്യൂ പോയിന്റ് കാണാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല മരങ്ങളൊക്കെ ഉള്ള അടിപൊളി റോഡായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. 25 റുപ്പീസിന്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോയ സമയം ഒരല്പം മാറിപ്പോയി. ഒടുക്കത്തെ ചൂടെല്ലാം കൊണ്ട് വെള്ളച്ചാട്ടവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. തലേന്ന് പെയ്ത മഴയുടെ കുറച്ച് വെള്ളം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം മരുഭൂമിയെ പോലെ കിടക്കുകയായിരുന്നു. പക്ഷേ ഈ വെള്ളച്ചാട്ടമല്ലാതെ വേറെ അവിടെ കാണാൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കൂടെ കുറച്ചു നേരം കറങ്ങി നടന്നു. അവിടുത്തെ വേറെയും വ്യൂ പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് മെനക്കെട്ട് മേളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നല്ല അത്യാവശ്യം ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ ബെഞ്ചിലൊക്കെ ഇരുന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു. പോയതൊരു ഉച്ച സമയമായതുകൊണ്ട് അധികം വെയിൽ കൊള്ളാൻ നിന്നില്ല. പിന്നെയും താഴെ വന്ന് വേറൊരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ട്. ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് സമാധാനമായി അതൊക്കെ എൻജോയ് ചെയ്തു. ഇതിനിടയിലുള്ള എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ കവർ ചെയ്തു.